രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ച് കാറ്റിൻ്റെ സീൽക്കാരം മാത്രം കേൾക്കുന്ന ഒരു പള്ളിമുറ്റമായിരുന്നു അത്. അവിടെ നൂറ്റാണ്ടുകളുടെ പഴമ പേറുന്ന ഒരു തറവാടുണ്ട്. കാലത്തിൻ്റെ കയ്യൊപ്പുകൾ പേറി തലയുയർത്തി നിന്ന് ആരും കടന്നു ചെല്ലാത്ത, എന്നും ഭയത്തോടെ മാത്രം ആളുകൾ നോക്കിയിരുന്ന ആ വീടിൻ്റെ ഓരോ ഇഷ്ടികയ്ക്കും പറയാനുണ്ടായിരുന്നു ആരും അറിയാത്ത കഥ. ആ തറവാട്ടിൽ അവസാനമായി താമസിച്ചിരുന്നത് രമണിയമ്മയും അവരുടെ കൊച്ചുമകളായ മീനുവുമായിരുന്നു. മീനുവിന് ഏകദേശം ഒരു 10 വയസ്സുണ്ടാവും. അച്ഛനമ്മമാർ ഒരു അപകടത്തിൽ മരിച്ചതിന് ശേഷം രമണിയമ്മയുടെ കൂടെയായിരുന്നു മീനുവിൻ്റെ താമസം. മീനുവിന് ഏറ്റവും ഇഷ്ടം മുത്തശ്ശിയുടെ കഥകൾ കേൾക്കുന്നതായിരുന്നു, പ്രത്യേകിച്ചും ആ പഴയ തറവാടിനെ കുറിച്ചുള്ള കഥകൾ. പക്ഷെ ഒരു കഥ മാത്രം മുത്തശ്ശി ഒരിക്കലും മീനുവിനോട് പറഞ്ഞിരുന്നില്ല, ആ വീടിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. ഒരു ദിവസം രാത്രി പതിവില്ലാതെ ഒരു പേടി സ്വപ്നം കണ്ട് മീനു ഞെട്ടിയുണർന്നു. ജനലിലൂടെ നോക്കുമ്പോൾ തെളിഞ്ഞ നിലാവിൽ കുളിച്ചു നിൽക്കുന്നൊരു തറവാട്. ആ വീട്ടിലെ ഒരു പ്രത്യേക മുറിയിലേക്ക് അവളുടെ കണ്ണുകൾ പാഞ്ഞു. എന്നും അടഞ്ഞു കിടന്ന, മുത്തശ്ശി ആരെയും കടത്തിവിടാത്തൊരു മുറി. അന്ന് രാത്രി മീനുവിന് എന്തോ ഒരു അന്തർജാലം തോന്നി. ആ രഹസ്യ മുറിയാണ് തൻ്റെ പേടി സ്വപ്നങ്ങൾക്ക് പിന്നിലെന്ന്. പിറ്റേന്ന് രാവിലെ മീനു മുത്തശ്ശിയോട് ആ മുറിയെക്കുറിച്ച് ചോദിച്ചു. രമണിയമ്മയുടെ മുഖത്ത് ഒരു ഭയം നിഴലിച്ചു. മോൾ അങ്ങോട്ട് പോകരുത്, അവിടെ ചില അപകടങ്ങളുണ്ട്, മുത്തശ്ശി പറഞ്ഞു. പക്ഷെ മുത്തശ്ശിയുടെ ഭയം മീനുവിൽ ആകാംക്ഷയാണ് ഉണ്ടാക്കിയത്. അന്ന് രാത്രി മുത്തശ്ശി ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ മീനു മെല്ലെ നടന്ന് ആ മുറിയുടെ അടുത്തേക്ക് നടന്നു. കഷ്ടപ്പെട്ട് താക്കോല് കണ്ടുപിടിച്ച് അവൾ ആ വാതിൽ തുറന്നു. പഴയ കെട്ടിടത്തിൽ മരത്തിൻ്റെ ഗന്ധം അവളെ പൊതിഞ്ഞു. മങ്ങിയ നിലാവെളിച്ചത്തിൽ അവൾ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു. അവിടെ ഒരു പഴയ ഡയറി, അതിൽ നിറയെ കൈപ്പടയിൽ എഴുതിയ ചില കുറിപ്പുകൾ. ഡയറിയുടെ ആദ്യ പേജിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ വീടിൻ്റെ രഹസ്യം എൻ്റെ മരണം വരെ ആരും അറിയരുത്. മീനു ആ ഡയറി വായിക്കാൻ തുടങ്ങി. ഓരോ വരിയും അവളെ പുതിയൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡയറിയിൽ എഴുതിയിരിക്കുന്നത് രമണിയമ്മയുടെ പൂർവികരിൽ ഒരാളെക്കുറിച്ചായിരുന്നു. അയാൾക്ക് ചില അന്ധവിശ്വാസങ്ങളും ദുർമന്ത്രവാദങ്ങളും ഉണ്ടായിരുന്നു. ആ മുറിയിൽ വെച്ചാണ് അയാൾ പല മന്ത്രവാദങ്ങളും ചെയ്തിരുന്നതെന്നും ആ ദിവസം അവിചാരിതമായി അയാൾ അവിടെ വെച്ച് മരിച്ചുപോയെന്നും ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അയാളുടെ മരണം ഒരു സ്വാഭാവികമായിരുന്നില്ല, മറിച്ച് അവിടുത്തെ ദുർമന്ത്രവാദത്തിൻ്റെ ഫലമായിരുന്നു അത്. പക്ഷെ ഡയറിയുടെ അവസാന ഭാഗം മീനുവിനെ ശരിക്കും ഞെട്ടിച്ചു. മരിക്കുന്നതിന് മുമ്പ് അയാൾ എഴുതിയിരുന്നു: എൻ്റെ ആത്മാവ് ഈ വീട്ടിൽ അലഞ്ഞു തിരിയുന്നുണ്ട്. എന്നെ അടക്കം ചെയ്യാത്ത കാലത്തോളം ഈ വീടിന് ശാപമുണ്ടാകും. ഒരു കാറ്റ് ജനലിലൂടെ കടന്നു പോകുന്നുണ്ട്, ആ ശബ്ദവും കേൾക്കാം. അതോടെ മീനുവിനെല്ലാം മനസ്സിലായി. മുത്തശ്ശി എന്തിനാണ് ആ മുറിയിലേക്ക് ആരെയും കടത്തിവിടാതിരുന്നെന്ന് ഭയന്നുപോയ അവള് ഡയറിയുമായി മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി. സത്യം മനസ്സിലാക്കിയ രമണിയമ്മ തൻ്റെ പൂർവികരുടെ തെറ്റുതിരുത്താൻ തന്നെ തീരുമാനിച്ചു. അവർ ആ മുറിയിൽ വെച്ച് മരിച്ചയാൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. അവളുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടതെല്ലാം ചെയ്തു. പതിയെ ആ വീട്ടിലെ ഭയം ഒഴിയാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ പഴക്കമുള്ള ആ തറവാടിൻ്റെ രഹസ്യം വെളിച്ചത്തായി. നിഴലിൽ മറഞ്ഞു കിടന്നിരുന്ന സത്യം ഒരു കൊച്ചുകുട്ടിയിലൂടെ, ധൈര്യത്തിലൂടെ പുറം ലോകം അറിഞ്ഞു. ചിലപ്പോൾ പഴയ കെട്ടിടങ്ങൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് വെറും ഭയമല്ല, മറിച്ച് ക്ഷമിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ചില ആത്മാക്കളായിരിക്കും. ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ വീടിനും അതിൻ്റേതായ കഥയുണ്ടെന്നാണ്. ചിലത് സന്തോഷം നിറഞ്ഞതാണെങ്കിൽ മറ്റു ചിലത് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നവയാണ്. കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഫോളോ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക.